വെൽക്കം ബാക്ക് ഒരു കിടിലം വ്ളോഗ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളുള്ളത് തറവാട്ടിലാണ് കേട്ടോ. അപ്പോൾ ഒരു കിടിലം സാധനം കാണിച്ചു തരാം. ഇതാണ് ഹോം മെയ്ഡ് സാൻഡ്വിച്ച്. ഇതൊക്കെ ഉള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയുണ്ട്. ഇതാണ് അപ്പുവിന് പ്രത്യേക കഴിവുണ്ട് കേട്ടോ. ഒക്കെ ഞാൻ കാണിച്ചു തരാം. അത് ഇതൊന്നും ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ സാൻഡ്വിച്ച് കാര്യം കഴിച്ചോട്ടെ. ഞാൻ അപ്പുനെ കാണിച്ചു തരാം. അപ്പുണ്ട് വാടാ. ഇതാക്കണു. ഇതാണ് അപ്പു കൈ കറക്കേ കൈ ഇങ്ങനെ കറക്ക്. അങ്ങനെയല്ല മറ്റേ ചോണോ. കണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പറ്റുമോ? ഫ്രണ്ടിക്ക് കറക്ക് പറ്റുമോ? കറക്കടാ. ഫ്രണ്ടിക്ക് കറക്ക് കൈ ഇല്ലേ? അങ്ങനെ അപ്പുന് ഇതൊക്കെ പറ്റൂടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറ്റുമെന്ന് പറയട്ടാ. പൊട്ടിക്ക് വരലാക്കി വരതേ. കണ്ട അപ്പു ചില്ലറക്കാരനല്ല കേട്ടോ. ഇനി ഒരാളോണ്ട് പാറും പുറത്തേക്ക് കാണിച്ചു തരാം. അവളെ പഠിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവനെ കാണിച്ചു തരാ. ക്യാമറ മുന്നിൽ നിന്ന് മാറ്റി പിന്നെ ഡാൻസാ കേട്ടോ. ഇതൊക്കെ ഇതൊരു മാജിക് ലൈൻ സംഭവമുണ്ട്. ഈ സംഭവം കുറച്ച് നമ്മളൊരു സാധനം ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അതൊക്കെ ഒരു സ്പോഞ്ച് പോലെ കേട്ടോ. അത് ഇത്തിരി വെയിറ്റ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കാര്യം കൂട്ടാ. ഇതൊരു മാജിക് ലൈൻ പറഞ്ഞിട്ട് സംഭവമാണ്. സംഭവം കുറേ കളറുണ്ട്. കുറേ എണ്ണം ഇതായി ഇവരിക്കണം നാശാക്കി. പിന്നെ അവൻ്റെ ചേച്ചിയും കൂടിയിട്ട് കുറേ എണ്ണം നാശാക്കി കളഞ്ഞിട്ടുണ്ട്. എന്നാലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറി ഒക്കെയോ? ഉണ്ടാക്കിയ സ്ട്രോബെറി കാണാണ്ടായി. അപ്പോൾ സ്ട്രോബെറി ഇല്ല കേട്ടോ. സ്ട്രോബെറി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാണ്ടായി. അങ്ങനെ ഇതേപോലെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കഴിച്ച് ഇന്നലെ ഞങ്ങൾ കടയിലാണ് വേണ്ടത് ബീച്ചിക്ക്. അപ്പോൾ കുറേ സ്പൈഡർമാൻ വാങ്ങിണ്ടായി. ഒരു 6 എത്ര സ്പൈഡർമാൻ ഉണ്ട്? അപ്പോൾ 5 ഇതിനെ എടുത്തിട്ട് പോവാ കേട്ടോ. ഒരെണ്ണം എത്തിയിട്ടോ. ഒരു സ്പൈഡർമാൻ അതിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെന്താ 3 ആയിട്ടുള്ള ഇനിയുണ്ട് 2. അപ്പൂ സ്പൈഡർമാൻ ഫാനാണ്ടാ. നൈസ് സാധനങ്ങളാണ്ട്. അതേപോലെ അപ്പൂ ഉണ്ട്, സ്പൈഡർമാനും ഉണ്ട്. ബ്ലാക്ക് സ്പൈഡർമാൻ, റെഡ് സ്പൈഡർമാൻ, ബ്ലൂ സ്പൈഡർമാൻ, യെല്ലോ സ്പൈഡർമാൻ. അങ്ങനെ അപ്പൂൻ്റെ കുറേ സ്പൈഡർമാൻ കളക്ഷൻസ് ഉണ്ട്. അപ്പൂനെ ആരിഷ്ടം? വേറെ ഏത്? ഇല്ല എത്രണ്ണുള്ളോ സ്പൈഡർമാൻ? എത്രയുള്ളോ? അപ്പൂ ആരുടെ ഫാനാ? ഇങ്ങടുക്ക്. അപ്പൊ ആരുടെ ഫാനാ? ആര്? സ്പൈഡർമാൻ. അപ്പൊ സ്പൈഡർമാൻ്റെ ഫാനാട്ടാ. സ്പൈഡർമാൻ്റെ ഫാനാണ് അപ്പു. സ്പൈഡർമാൻ്റെ അപ്പൂൻ്റെ വലിയ സ്പൈഡർമാൻ്റെ ടോയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നപ്പോഴുള്ള കുറച്ച് സ്പൈഡർമാനാണ്. ഇതിന് വലിയ സ്പൈഡർമാൻ്റെ ബാഗ്, സ്പൈഡർമാൻ്റെ ബോക്സ്, പിന്നെന്താ സ്പൈഡർമാൻ്റെ ബോക്സ് നല്ല രീതിക്ക് തല്ലി പൊളിച്ചിട്ടുണ്ട്. പിന്നെ സ്പൈഡർമാൻ്റെ കുപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പുവിന്. ക്യാമറയുടെ പിന്നിൽ വന്നാൽ നോക്കാൻ പോയേക്കവൻ. സ്പൈഡർമാൻ്റെ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവൻ തല്ലി പൊളിച്ചു എന്നാണ് അവൻ പറയുന്നത്. കുപ്പിയിലാടാ ബോക്സൊക്കെ അപ്പു തല്ലി പൊളിച്ചു. ക്യാമറയുടെ പിന്നിൽ വന്ന് ചിരിക്കുകയാണ് അവൻ. ചിരിക്കുന്നു. അങ്ങനെ കുറച്ച് വിശേഷിക്കും കാര്യങ്ങളുണ്ടോ. ഇനി കുറച്ച് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് വീഡിയോ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പുൻ്റെ കളിപ്പാട്ടം കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇവിടെ വിതയ്ക്കുന്നതായിരിക്കും കേട്ടോ. വൈക്കാൻ കിട്ടുന്നില്ല. അയച്ചെന്നാ വൈക്കാൻ പറ്റിയ ആദ്യം ഒരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങണത്. അങ്ങനെ കിടിലം വണ്ടികൾ. ഒരു കാറിൻ്റെ പാർട്സ് വന്നിട്ടുണ്ട്. ബോഡി മാത്രം കേട്ടോ. ചേസ് ഒന്നുമില്ല. ഒക്കെ ആ കാറെടുത്തപ്പോൾ അത് കണ്ട അവിടെ മെറ്റൽ കാറാണ് കേട്ടോ. നല്ല അടിപൊളി കാറാണ്. പക്ഷെ അതിൻ്റെ അവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇത് അപ്പൂൻ്റെന്ന് പൊട്ടിയതാ അല്ല അല്ലേ? ഇത് അപ്പൂൻ്റെന്ന് പൊട്ടിയതാ അല്ല. അങ്ങനെ കുറേ അടിപൊളി കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വരെ ആ വണ്ടി
പഴയ വിൻറ്റേജ് വണ്ടി. പക്ഷേ പകുതി പാർട്സ് ആ വണ്ടിയുടെ ഇല്ല കേട്ടോ. അങ്ങനെ ഗൈസ് ഇതാ റേഡിയോൻ്റെ ഒരു പാർട്സ്, ഹെലികോപ്റ്റർ, അതുപോലെ സ്ലൈറ്റ്, എന്തൊക്കെ ഡോള് കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് ഗൈസ്. ഒരു ഐഫോൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. iPhone 17 Pro Max ആണത്. iPhone 17 Pro Max. ഇത് അപ്പൂൻ്റെ ഹെലികോപ്റ്റർ. പിന്നെ എന്തൊരുള്ള അപ്പോൾ ഇതാടാ അപ്പൂൻ്റെ പ്ലെയിൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പ്ലെയിൻ ആ നീല പ്ലെയിൻ, അപ്പൂൻ്റെ നീല പ്ലെയിൻ എയർബസ് A380 എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൂൻ്റെ എയർപ്ലെയിൻ. അപ്പൂൻ്റെ ഒരു ലംബോർഗിനി എന്നാന്ന് തോന്നുന്നു, ബ്രാൻഡൊന്നുമില്ല. ഒരു അടിപൊളി കാറുണ്ട്. പോട്ടെ. ഇനി എന്താ അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞൊരു ഹെലികോപ്റ്റർ ഉണ്ട്. ആ അപ്പൂൻ്റെ തോക്കുണ്ട്. വെടിയൊക്കെ പോവാ വലിയ തോക്കോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ കഴിച്ച് നമുക്ക് അപ്പൂൻ്റെ ഒരു വലിയ തോക്ക് കാണണ്ട. അപ്പോൾ അങ്ങോട്ട് എടുക്കാൻ പോയിട്ടുണ്ട്. എന്തിനും നമുക്ക് നോക്കാം. അപ്പോൾ പോയിട്ടുണ്ട്. എന്നാലും ഗൈസ് റേഡിയോൻ്റെ അടുത്ത പാർട്സ് ഏത് വണ്ടിയുടെ പാർട്സ് സ്ലൈറ്റ് ഉണ്ട് കേട്ടോ. സ്ലൈറ്റിൻ്റെ ഇവിടെ ഒരു കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇതാ ഈ നിൽക്കണ അപ്പൂന്ന് പറഞ്ഞ മഹാൻ പൊട്ടിച്ചിട്ടുണ്ട്. എന്തായാലും അത് കുഴപ്പമില്ല. അടുത്തത് എന്തൊരു ടോയ് സ്റ്റാർ. എന്തിനത് എന്ത് ചെയ്യത് അപ്പോൾ അത് പമ്പരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് വേറെ എന്തോന്നും ഉണ്ടല്ലേ. പിന്നെന്താ ഇപ്പോൾ അങ്ങനെ പോവും. അത് മാറ്റിയേക്ക്. അടുത്ത സാധനം എടുക്കുക. അടുത്ത സാധനം ആ അതില്ല. അതിൻ്റെ മറ്റേ സാധനം ഉണ്ടാ കറക്കണതുണ്ടാ ഇല്ല. അപ്പോൾ പോട്ടെ. അടുത്തത് ഫാൻഡാ. ആ ഫാൻ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ നാശമായിട്ട് അതിൻ്റെ ലീഫില്ലല്ലോ. ഫാൻ്റെ ലീഫില്ല കേട്ടോ. ആ അപ്പോൾ അത് മെക്കാനിക് ആയതുകൊണ്ട് അത് പൊട്ടിക്കുന്നുണ്ട്. അത് പൊട്ടിച്ചപ്പോൾ കിട്ടുന്നുണ്ടേ. അപ്പോൾ വേണ്ട പൊട്ടിക്കണ്ട. ആ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാമെന്നാണ് അപ്പോൾ പറയണത്. പൊട്ടിക്കണ്ടപ്പോ വേണ്ട. അടുത്ത സാധനം എടുത്തോ. ആ സൗണ്ട് ഉണ്ടാക്കുന്ന ടൈഗർ ഉണ്ട് അപ്പൂൻ്റെ കയ്യില്. എന്താ ഒരു പ്ലേറ്റ് ഉണ്ട്. അടുത്ത സാധനം അടുത്ത എന്താ ഒരു ഗിഫ്റ്റ് കൊടുക്കണൊക്കെ പോലത്തെ സാധനമാണ്. അത് പൊട്ടിച്ച് അതിലുണ്ട്. ആരാ പൊട്ടിച്ചേ? പാറു എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയാട്ടാ. കാണിച്ചു തരാം. ആ കാറിൻ്റെ സാധനം. അത് പൊട്ടിച്ചത് അപ്പു അല്ലേ? അത് പൊട്ടിച്ചത് അത് കാറിൻ്റെ. അത് ഏത് കാറിൻ്റെ മനസ്സിലായ? അത് ഈ കാറിൻ്റെ ആവും അല്ലേ? ആവും. ആ ഇനി നെക്സ്റ്റ് നോക്ക്. അടുത്ത സാധനം എടുക്കുക. ഇത് അൺബോക്സ് ഗൈസ്. ഞാൻ അങ്ങനെ കുടഞ്ഞപ്പോൾ ഇതാ കുറേ ബ്രിക്സ് സാധനം എനിക്കുണ്ടായിരുന്നു കേട്ടോ പണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ എവിടെയാണാവോ? ആ അപ്പോൾ എൻ്റെ വീട്ടിലെ വലുതുണ്ടെന്നാണ് അപ്പു പറയണത്. ഉപ്പ് കളിക്കാറുണ്ട്. ഇതുകൊണ്ട് കളിക്കാറുണ്ടോ? കാട്ടട്ടാ ഞാൻ വെച്ചരാം. ഇങ്ങനെ എവിടെ വെക്കണം. ആ കട്ടെ. അപ്പു പറഞ്ഞത് അപ്പുവിൻ്റെ വീട്ടിലെ വണ്ടിക്ക് ചക്കറില്ല എന്നാണ്. ഇതിപ്പോ ഇങ്ങനെ അടിപൊളിയായിട്ട് എന്താ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇതേപോലെ ഉരുട്ടി കൊണ്ടുപോകാൻ ഒരു വണ്ടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുത്തത് ഞാനാട്ടാ, അപ്പല്ല കേട്ടാ. ഇപ്പോൾ ചിരിച്ചേ
ഐഷ് അങ്ങനെ അപ്പൂൻ്റെ സാമ്രാജ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ. കുറേ സാധനങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതിനും കൂടുതൽ സാധനങ്ങളുണ്ടോ? വലിയ തോക്കോ? അപ്പൂൻ്റെ ഒരു വലിയ തോക്കുണ്ട് കേട്ടോ വെടിയേക്കാൻ പറ്റണത്. അവിടെ കുറേ ബൊമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് എന്തോ എടുക്കാൻ പോയി കാട്ടാശൻ. എന്നിട്ട് ബാഗില് വേണ്ട തോക്ക് വേണ്ട. ഗൈസ് ഇതാണ് പാർക്കുട്ടി. അത് ഞാൻ വീഡിയോ എടുക്കാൻ ചെരിഞ്ഞതാ. ഇവിടെ തോക്ക് കാണാനില്ല, അത് വലിയൊരു ചർച്ച വിഷയമായിരിക്കുകയാണ്. കുട്ടിയുടെ എവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തപ്പുമ്പോൾ കുട്ടി പറഞ്ഞു കുട്ടി എടുപ്പിച്ച് വെച്ചു. പക്ഷെ കുട്ടിക്ക് എവിടെ വെച്ചത് ഓർമ്മയിലാണ്, നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ് അപ്പൂൻ്റെ തോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പൂൻ്റെ ഇതിൻ്റെ ഒരു ബോൾ ഉണ്ട് കേട്ടോ. ഈ ബോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് വെടിവെക്കേണ്ടത്. ആ ബോൾ ഇപ്പോൾ കാണാനില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ആദ്യം അങ്ങനെ ആ ബോൾ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൂ. അത് വേസ്റ്റ് കളയും. ഇതങ്ങനെ വെക്കുക, ഇതിങ്ങനെ പിന്നിക്ക് വലിക്കുക, അതിൻ്റെ ഉള്ളിൽ ബോൾ വെക്കുക. അപ്പം മാറുന്നേ വെടിയേക്കട്ടെ. ഗൈസ് ഇതേപോലെ വെടിയേക്കാട്ടാ അപ്പൂൻ്റെ തോക്കാട്ടാ. അപ്പൂ ഒരു വേട്ടക്കാരനാണ്. ഇതാക്കുന്നു കേട്ടോ വേട്ടക്കാരൻ, തോക്ക് പിടിച്ചിരിക്കണ വേട്ടക്കാരനാണ്. കണ്ടില്ലേ, ആരെ വേണേലും വെടിവെക്കാൻ തയ്യാറായിട്ടുള്ള വേട്ടക്കാരനാണ്. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അപ്പൂൻ്റെ കയ്യിൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ അപ്പൂൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാറാ. ഇതേപോലത്തെ ഒരു കുട്ടൻ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഗൈസ് പൂവല്ലേ കേട്ടോ, അപ്പൂൻ്റെ ഒരു ഗ്യാസ് സ്റ്റവ് കൊടുത്തു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കാണിക്കാണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ഇത്തരം കാണിച്ച് പുതുക്കി ഈ ഗ്യാസ് സ്റ്റവും കാണിച്ച് അപ്പൂൻ്റെ മുഖം കാണിച്ച് ഈ വീഡിയോ വേണ്ടി പോയിടാം. അപ്പം ബൈ.